Hi students, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്. അപ്പോൾ ക്രിസ്മസ് എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സാം നമുക്ക് ഡിലീറ്റഡ് പോർഷൻസ് ഒഴിവാക്കി ബാക്കിയുള്ള ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഫസ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രിക് ചാർജ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചാർജ് രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ടു വിച്ച് ഇലക്ട്രിക്കൽ ഓർ അതർ ലെറ്റർ ഓഫേഴ്സ് പ്രൊഡ്യൂസ് ഇൻ ദ മാറ്റർ. അതായത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും നിങ്ങൾ എടുക്കുന്നു. പ്രോട്ടോണും ന്യൂട്രോണും എടുക്കുകയാണെങ്കിൽ പ്രോട്ടോണ് പോസിറ്റീവ്ലി ചാർജിലാണ്, ന്യൂട്രോണോ ചാർജ് ഇല്ലാത്തതാണ്. രണ്ടിൻ്റെയും മാസ് 1.6 × 10⁻27 ആണ്. അപ്പോൾ ഈ നമ്മൾ ഡിസ്റ്റിങ്ഷൻ എന്താ? 1.6 × 10⁻27 കിലോഗ്രാം മാസുള്ള പ്രോട്ടോണും ന്യൂട്രോണും നമ്മുടെ ഡിസ്റ്റിങ്ഷൻ എന്താ? ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് പ്രോട്ടോണാണ്, ചാർജ് ഇല്ലെങ്കിലോ അത് ന്യൂട്രോണാണ്. അപ്പോൾ ഈ പാർട്ടിക്കിളിനെ രണ്ടാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി, അതായത് ഒരു പാർട്ടിക്കിൾ പ്രോട്ടോൺ ആയിട്ട് മാറണമെങ്കിൽ അതിന് ഒരു പോസിറ്റീവ് ചാർജ് വേണം. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് ടൈപ്പ് ചാർജ് ഉള്ളത്, പോസിറ്റീവ് ചാർജും ഉണ്ട്, അതേപോലെ നെഗറ്റീവ് ചാർജും ഉണ്ട്. പോസിറ്റീവ് ചാർജിന് ആദ്യമായിട്ട് വിളിച്ചതിൻ്റെ പേര് വിട്രിയസ് ചാർജ് എന്നായിരുന്നു, അതേപോലെ നെഗറ്റീവ് ചാർജ് റെസിനസ് ചാർജ് എന്നായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടെത്തിയ സമയത്ത് ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പം അവർ ഒരുപാട് ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു. അവിടെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് റോഡ് സിൽക്ക് റോഡ് റബ്ബ് ചെയ്ത സമയത്ത് സിൽക്ക് ക്ലോത്ത് റബ്ബ് ചെയ്ത സമയത്ത് ഗ്ലാസ് റോഡ് ടൈനി പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം ഒരു സ്കെയില് ഡ്രൈ ഹെയർ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കെയിൽ ടൈനി പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ചാർജർ ആയതുകൊണ്ടാണ്. അപ്പോൾ ചാർജ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ചാർജ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, അത് സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അതിൽ യൂണിറ്റ് എന്താണ്? കൂളുംബാണ് യൂണിറ്റ്. ഡയമെൻഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ AT ആണ്. എവിടെ നിന്ന് കിട്ടി? നമുക്കറിയാം ചാർജ് എ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഡയമെൻഷനാണ്. കറണ്ട് I = Q/T ഓർ Q = AT ഓർ IT. I എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? കറണ്ടിൻ്റെ ഡയമെൻഷൻ ആംപിയർ A, അതേപോലെ ടൈമിൻ്റെ T. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? AT കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് എന്തൊക്കെയാണ്? ചാർജിൻ്റെ പ്രോപ്പർട്ടി ഒന്ന്, അഡീഷൻ ഓഫ് ചാർജ്. ചാർജ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. എങ്ങനെ ആഡ് ചെയ്യാം? ടോട്ടൽ ചാർജ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. അപ്പോൾ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ചാർജ് ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് എന്താ? സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജ്. ഇതാണ് അഡിറ്റിവിറ്റി. രണ്ടാമത് ക്വാണ്ടൈസേഷൻ. നിങ്ങൾ ഏതൊരു ബോഡിയിൽ ചാർജ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓക്സിജൻ ആണെങ്കിൽ O2- ആണെങ്കിൽ ഇതിൻ്റെ ചാർജ് എന്താ? 2 ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അപ്പോൾ ഏതൊരു ബോഡി എടുക്കുകയാണെങ്കിലും അതിൻ്റെ ചാർജ് പറഞ്ഞാൽ എക്സസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എക്സസ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജും, ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജും. അപ്പോൾ O2- എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ എക്സസ് ആയതുകൊണ്ട് -2e. അതേസമയത്ത് അലൂമിനിയം 3+ ആണെങ്കിൽ ഇവിടെ 3 ഇലക്ട്രോണിൻ്റെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്താ കിട്ടിയിരിക്കുന്നത്? 3e + 3e. അപ്പോൾ ചാർജ് ഓഫ് എനി ബോഡി എന്ന് പറഞ്ഞാൽ ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്. അതെത്രയാണ്? ഒന്നുകിൽ പ്ലസ് നമുക്ക് എഴുതാം Q = ± NE. N 1 2 3 ആണ്, A അല്ല 1 2 3 എക്സെട്ര. N എന്ന് പറഞ്ഞാൽ ഇൻഡിജർ 1 2 3 ആണ്. അതേപോലെ E എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്, ഇലക്ട്രോണിക് ചാർജ് 1.6 × 10⁻19 കൂളാണ്. മൂന്നാമത്താണ് കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താ കൺസർവേഷൻ ഓഫ് ചാർജ്? കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് ടോട്ടൽ ചാർജ് ഓഫ് an isolated system remains constant. That is, charge can neither be created nor be destroyed, but it can transfer from one body to another body. One form to another form അല്ല, one body to another body. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. അപ്പോൾ ചാർജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നാണ്. അപ്പോൾ രണ്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ചാർജിന് ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഒന്നുകിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം കൂളംസ് ലോ. എന്താ കൂളംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? The electric charge between two charges is directly proportional to product of the charges and inversely proportional square of distance between them. നോക്കി, രണ്ട് ചാർജ്, ഒന്നാമത്തെ ചാർജ് Q1 രണ്ടാമത്തെ ചാർജ് Q2 ആണെങ്കിൽ ഇത് R സെപ്പറേഷനിൽ വെച്ച് കഴിഞ്ഞാൽ
F is proportional to product of their magnitude, that is Q1, Q2. The magnitude എടുത്തു. And inversely proportional to square of distance between them, that is Q1, Q2 by R square. Or F is equal a constant K into 1 by Q1, Q2 by R square. ഇവിടുത്തെ കോൺസ്റ്റന്റ് K കൊടുത്തിരിക്കുന്നത് എന്താ? K എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കൊടുത്തിരിക്കുന്നത് 1 by 4 pi epsilon 0. 4 pi നമുക്കറിയാം epsilon 0 എന്ന് പറഞ്ഞാൽ absolute permittivity of free space. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? 8.854 10 raised to minus 12. അപ്പോൾ 1 by 4 pi epsilon 0ൻ്റെ വാല്യൂ എത്ര കിട്ടുക? 9 into 10 raised to 9. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. വേണമെങ്കിൽ 1 by 4 pi epsilon 0 സ്ഥാനത്ത് 9 into 10 raised to 9 കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്താ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ടു ദാറ്റ് ഓഫ് ഫ്രീ സ്പേസ്. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതാണ് അബ്സല്യൂട്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ കണ്ടുപിടിക്കാം. ആദ്യമായിട്ട് നമ്മൾ രണ്ട് ബോഡിയും എയറിൽ വെച്ചാൽ 1 by 4 pi epsilon 0 Q1 Q2 by R square ആണല്ലോ. ഇനി ഒരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാലോ ഇത് എപ്സിലോൺ 0 ഇസ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എയറിലായതുകൊണ്ട്. ഇത് മീഡിയത്തിലാണെങ്കിൽ എപ്സിലോൺ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എയർ ബൈ എഫ് മീഡിയം ചെയ്താൽ വി ഗെറ്റ് എപ്സിലോൺ ആർ. അപ്പോൾ സോ വി ഗെറ്റ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഇസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 വിച്ച് ഈസ് ആൾസോ ഈസ് ഈക്വൽ ടു എഫ് എയർ, ദാറ്റ് ഈസ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എയർ ഡിവൈഡ് ബൈ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എ മീഡിയം. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇത് കൂളംസ് ലോ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോഴ്സ് ആണെങ്കിൽ അതിന് വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ. വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന് വെക്റ്റർ ഫോം എങ്ങനെ എഴുതാം നോക്കിയേ. രണ്ട് ചാർജും പ്ലസ് ക്യൂ ആണെങ്കിൽ ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ആണ്. അപ്പോൾ രണ്ടും പ്ലസ് ആണെങ്കിൽ ആ രണ്ട് ചാർജും എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു Q2. അപ്പോൾ സെക്കൻഡ് ചാർജ് ഈ Q2 Q1 റിപ്പൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ എവേ ഫ്രം Q2 ആണ്. അതേപോലെ Q1 Q2 എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു അവേ ഫ്രം Q1. അപ്പോൾ ഇതാണ് F12. F12 is the force acting on first charge due to second charge. F12 is equal to 1 by 4 pi epsilon 0. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഡയറക്ഷനാണ് R12. അതേപോലെ F21 ആണെങ്കിൽ ഡയറക്ഷൻ എവിടുന്ന് ഇങ്ങോട്ടാ? ഡയറക്ഷൻ നോക്കിയേ. F21 ആണെങ്കിൽ 1 by 4 pi epsilon 0 Q1 Q2 by away. അതായത് സെക്കൻഡ് ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എവേ ഫ്രം ദിസ് ചാർജ് R21. ഓക്കെ, അപ്പോൾ ഈ R21ഉം R12ഉം എന്താണ്? രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് R12 ക്യാപ്പും R12 ക്യാപ്പ് ആണെങ്കിലും അത് യൂണിറ്റ് വെക്റ്റർ ഫ്രം Q1 to Q2. അതേപോലെ R21 ക്യാപ്പ് ആണെങ്കിലും യൂണിറ്റ് വെക്റ്റർ ഫ്രം Q2 to Q1. ഓക്കെ, അപ്പോൾ നമുക്ക് വെക്റ്റർ ഫോം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദീസ് ടു ഫോഴ്സസ് ആർ ആക്ഷൻ റിയാക്ഷൻ പെയർ. ഒന്ന് ആക്ഷൻ ആണെങ്കിൽ മറ്റേതാണ് റിയാക്ഷൻ ആണ്. അപ്പോൾ രണ്ട് ചാർജിന് മേലെയും Q1 മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെയും Q2 മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം F12 is equal to minus F21. ഇനി ഒന്നിലധികം ചാർജ് ഉണ്ടെങ്കിൽ രണ്ടിലധികം ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് കാണണ്ടേ? അപ്പോൾ ഒരു ചാർജ് Q1 എടുത്തു, രണ്ടാമത്തെ ചാർജ് Q2 എടുത്തു, Q3 Q4 ഇങ്ങനെ ഒരുപാട് ചാർജ് എടുത്തു. അപ്പോൾ ഈ Q4 ഏതെങ്കിലും ഒരു ചാർജിന് മേലെ ആക്റ്റീവ് ഫോഴ്സ് കാണണമെങ്കിൽ ഇറ്റ് ഈസ് എ വെക്റ്റർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോഴ്സ് ആണ്. അപ്പോൾ Q4 എന്നുള്ള ചാർജ് മേലെ ഫോഴ്സ് ആണെങ്കിൽ F4 എന്ന് എടുക്കാം. ആ F4 എന്ന് പറഞ്ഞാൽ F4നെ ആരെല്ലാം ഫോഴ്സ് ആക്ട് ചെയ്യും? Q1 ഫോഴ്സ് ആക്ട് ചെയ്യും, അത് റിപ്പൾസീവ് ആണ്. F4 കണ്ട. അതേപോലെ Q2 ഫോഴ്സ് ആക്ട് ചെയ്യും, Q3 ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫോഴ്സ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോഴ്സസ്. അപ്പോൾ ഇതിന് വെക്റ്റർ സം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എനി ചാർജ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ചാർജസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ ചാർജിന് അറൗണ്ട് ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എന്താ ഇലക്ട്രിക് ഫീൽഡ്? ഇറ്റ് ഈസ് എ റീജിയൻ ഓഫ് സ്പേസ് വെർ ഇലക്ട്രിക് ചാർജ് എക്സ്പീരിയൻസസ് എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഒരു ചാർജിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് എന്ന റീജിയനാണ് എന്ത് വിളിച്ചത്? ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? E is equal to F by Q0. Q0 എന്ന് പറഞ്ഞ ടെസ്റ്റ് ചാർജാണ്. ഓക്കെ, അപ്പം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ആർ സെയിം അറ്റ് എനി പോയിന്റ് ആൻഡ് ഡയറക്ഷൻസ് ആർ സെയിം. എല്ലാ പോയിന്റിലും ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം.
നോൺ യൂണിഫോം ആണെങ്കിലോ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണെങ്കിൽ അതാണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എന്താ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ദ പാത്ത് അലോങ് വിച്ച് ഫ്രീ പോസിറ്റീവ് ചാർജ് ടെൻസ് ടു മൂവ് ഇൻ സച്ച് എ വേ ദാറ്റ് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ദ പാത്ത് അറ്റ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ക്യാൻ മൂവ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ പാത്താണ്. അതിന് പ്രത്യേകം എന്താണ്? ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു പ്ലസ് ചാർജ് എടുത്താൽ, ഒരു പ്ലസ് ക്യൂ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇത് റിപ്പൽ ചെയ്യും. അപ്പോൾ എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ഇവിടെ +1 വെച്ചാൽ ഈ പ്ലസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇവിടെ പ്ലസ് വെച്ചാൽ അട്രാക്ട് ചെയ്യും, ഇവിടെ പ്ലസ് വെച്ചാൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ് ആണ്, എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു പ്ലസ് പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ലൈൻ ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ്. നോക്കിയേ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇങ്ങോട്ടല്ലേ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക പോസിറ്റീവ് ആണ്, എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നെഗറ്റീവിലാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യും. എവിടെ എൻഡ് ചെയ്യും? നെഗറ്റീവിൽ എൻഡ് ചെയ്യും. ഓക്കെ, പിന്നെയോ ടു ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇൻറ്റർസെപ്റ്റ്. ഒരിക്കലും ഇൻറ്റർസെപ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു പോയിന്റ് ഇൻറ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഒന്നിലധികം ഡയറക്ഷൻ ഉണ്ടാവും. ശ്രദ്ധിച്ച്, ഇങ്ങനെ രണ്ടെണ്ണം ഇൻറ്റർസെക്റ്റ് ചെയ്താൽ ഇവിടെ നോക്കി, ഇതിൻ്റെ ടാൻജൻറ്റ് ഇങ്ങോട്ട് കിട്ടും, ഇതിൻ്റെ ടാൻജൻറ്റ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഒരേ പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ, അത് പോസിബിൾ ആണോ? അല്ല. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരു പോയിന്റ് ഒരു ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നെവർ ഇൻറ്റർസെക്റ്റ്. പിന്നെയോ സ്ട്രോങ്ങർ ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് എല്ലാം ക്ലോസർ ആയിരിക്കും, വീക്കർ ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് അപ്പാർട്ട് ആയിരിക്കും. അതായത് ലൈൻസ് ഓഫ് ഡെൻസിറ്റി ഓർ ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഗിവ്സ് ദി സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് ക്ലോസർ ആണെങ്കിൽ സ്ട്രോങ്ങർ ഫീൽഡ് ആണ്, ഫീൽഡ് ലൈൻസ് ഫാർ അപ്പാർട്ട് ആണെങ്കിൽ വീക്കർ ഫീൽഡ് ആണ്. നോക്കിയേ, ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് വരുന്നതെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാം ഫീൽഡ് ലൈൻസ് ക്ലോസർ ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ്, ഇവിടെ ഫാർ അപ്പാർട്ട് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും. പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, അതേപോലെ ഈക്വോ ഡിസ്റ്റൻ്റ് ആയിരിക്കും. ഇങ്ങനെ പാരലൽ ആൻഡ് ഈക്വോ ഡിസ്റ്റൻ്റ് ആയിരിക്കും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയ പോയിന്റ് ചാർജ് കാണാം. ഒരു പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ശ്രദ്ധിച്ച്, ഇവിടെ ഒരു പോയിന്റ് ചാർജ് Q വെച്ചു. We have to find out the electric field at the point P at a distance r away from the point charge. ഈ പോയിന്റ് ചാർജ് Qയിൽ നിന്ന് r away ഉള്ള പോയിന്റ് ആണ് P. ആ Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫോഴ്സ് ബൈ ചാർജ്, ടെസ്റ്റ് ചാർജ് Q0. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇവിടെ ടെസ്റ്റ് ചാർജ് Q0 വെക്കുക. Q0 വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? F ഇലക്ട്രിക് ഫീൽഡ് ആണ്, F/Q0 ആണ്. ഫോഴ്സ് എത്രയാണ്? 1/4πε0 Q1 സ്ഥാനത്ത് Q, Q2 സ്ഥാനത്ത് Q0/r², ഓൾ ഡിവൈഡഡ് ബൈ Q0. Q0 കട്ട് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയ പോയിന്റ് ചാർജ് 1/4πε0 Q/r² എന്നാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്. എപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം എവേ ഫ്രം പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്. സോ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയ പോയിന്റ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്. നോക്കിയേ, ഒരു പ്ലസ് ക്യൂം ഒരു മൈനസ് ക്യൂം സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ ഇതിനെയാണ് എന്ത് വിളിച്ചത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിച്ചത്. ഈ ഡൈപോളിൻ്റെ സ്ട്രെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രോഡക്റ്റ് ഓഫ് ദി വൺ ഓഫ് ദി ചാർജ് ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു ചാർജസ്. ഇത് പി ക്യാപ്പ് ആണ്. പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എപ്പോഴും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? നെഗറ്റീവിൽ നിന്ന്, ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ 2a ആണ് എന്ത്?
ഡൈപോൾ ലെങ്ത് ഇവിടെ 2 ചാർജ് ഒരു -q ഒരു +q ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് 2a ആണ്. അപ്പോൾ ഈ 2a ഇതിൻ്റെ ലെങ്ത് ആണ്. യൂണിറ്റ് എന്താ വരുന്നത്? q ഇൻറ്റു 2a. q എന്ന് പറഞ്ഞാൽ ചാർജിന് യൂണിറ്റ് കൂളും, 2a എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ യൂണിറ്റ് മീറ്റർ. അപ്പോൾ കൂളും മീറ്റർ ആണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ. നോക്കിയേ, ഒരു ഡൈപോൾ -q +q ഉള്ളൊരു ഡൈപോൾ. ഈ ഡൈപോളിൻ്റെ ആക്സിസുള്ള പോയിൻ്റാണ് പി. ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടത്. ദിസ് പോയിന്റ് പി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് r away ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഡൈപോൾ. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r away ഉള്ള പോയിന്റ് കൂടിയാണിത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇലക്ട്രിക് ഫീൽഡാണ് +q ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, -q ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. +q ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് +q, ഈ +q അല്ലെങ്കിൽ ഈ പ്ലസ് ഈക്വൽ ടു 1/4πε ചെയ്യുന്ന താൽക്കാലിക k എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. q ഡിസ്റ്റൻസ് എത്രയാണ് നോക്കടാ? ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ മുതൽ ഇവിടെ ഡിസ്റ്റൻസ് r ആണ്. അതിന് ഈ ഡിസ്റ്റൻസ് a കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം r - a ദ ഹോൾ സ്ക്വയർ. അതേപോലെ ഇവിടെ നോക്കിയേ, ഈ +q നമുക്ക് ഏത് പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണേണ്ടത് ആ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാം. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. അപ്പോൾ +q ആണെങ്കിൽ ഈ +q എവേ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് +q ഡയറക്ഷൻ കണ്ടോ ഇങ്ങോട്ട്. അത് ടുവേഴ്സ് -q ആണ്. അപ്പോൾ -q ഫലമായി ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ടുവേഴ്സ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 1/4πε0 q ഡിസ്റ്റൻസ് എത്രയാണ് നോക്കിയേ? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കാണണം. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് പി മുതൽ സെൻറ്റർ വരെ r ആണ്. അവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് a ആണ്. അപ്പോൾ r + a ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കിയേ, രണ്ട് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഒന്ന് e +q ലെഫ്റ്റിലോട്ടാണ്, e - q റൈറ്റിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫീൽഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എഴുതാം ടോട്ടൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു ബിഗ്ഗർ ഫീൽഡ് മൈനസ് സ്മോളർ ഫീൽഡ്, e+- e- നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ e+- എന്താ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. e ഈസ് ഈക്വൽ ടു k പുറത്തെടുത്തു, q പുറത്തെടുത്തു. ബാക്കി എന്താ ഇവിടെ? e + 1/r - a ഹോൾ സ്ക്വയർ മൈനസ് 1/r + a ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 1/4πε0 q ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ r + a ഹോൾ സ്ക്വയർ മൈനസ് r - a ഹോൾ സ്ക്വയർ ബൈ r - a ഹോൾ സ്ക്വയർ ഇൻറ്റു r + a ഹോൾ സ്ക്വയർ. ഇതെന്ത് ചെയ്യാം? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? kq ഇൻറ്റു r + a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r² + 2ar + a സ്ക്വയർ മൈനസ് എന്താ പറയുക? r² - 2ra + a സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ a - b ഇൻറ്റു a + b, അതായത് r - a ഇൻറ്റു r + a ഹോൾ സ്ക്വയർ. നമുക്ക് കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്യാം. ജസ്റ്റ് കട്ട് ചെയ്താൽ r² - r² പോയി. ഇനി അതുപോലെ a² - a² പോയി. പിന്നെന്താ? 2ar -2ar 4ar ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് എഴുതാം e ഈസ് ഈക്വൽ ടു k ഇൻറ്റു 1/4πε q ഇൻറ്റു 4ar ബൈ ഡിനോമിനേറ്റർ എന്താ നോക്കിയേ? r - a ഇൻറ്റു r + a, അതായത് r² - a² പിന്നെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം r² - a² ഹോൾ സ്ക്വയർ. ഇവിടെ ന്യൂമറേറ്റർ നോക്കിയാൽ q ഇൻറ്റു 4ar നമുക്ക് q ഇൻറ്റു 4ar മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് q ഇൻറ്റു 2a ഇൻറ്റു 2r എന്ന് എഴുതാം. q ഇൻറ്റു 2a എന്താണ്? q ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? q ഇൻറ്റു 2a p ആണ്. അപ്പോൾ നമുക്ക് p ഇൻറ്റു 2r അല്ലെങ്കിൽ 2rp എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായിട്ട് മാറി? e ഈസ് ഈക്വൽ ടു 1/4πε0 2pr ബൈ r² - a² ഹോൾ സ്ക്വയർ. ഇത് ഏത് ഡയറക്ഷൻ നോക്കിയേ? ഇറ്റ് ഈസ് ഇൻ പാരലൽ ടു ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് അതേ ഡയറക്ഷനാണ്. നോക്കിയേ, e+ ആണ് കൂടുതലുള്ളത് e- ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് -+ ഡൈപോൾ മൊമെൻറ്റ് p ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നെറ്റ് ഫീൽഡും ഇതേ ഡയറക്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക്
field on the axis is parallel to dipole moment. Dipole moment parallel ആണ്. ഇനി നമ്മൾ ഷോർട്ട് ഡൈപോൾ എടുക്കുകയാണെങ്കിൽ for a short dipole r is very very greater than a. So a square can be neglected. A square neglect ചെയ്യാം എപ്പോഴും comparing with r square. r square ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സമയത്തും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. r സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറി? ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2pr ബൈ r സ്ക്വയർ മൈനസ് 0 സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്ത് പോയി. r സ്ക്വയർ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് r⁴. ഇത് കട്ട് ചെയ്താൽ r ക്യൂബ്. അപ്പോൾ എന്താ കിട്ടി? ഈ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഇസ് ഈക്വൽ ടു 1/4πε0 2p by r cube. It is the electric field on the axis of a electric dipole. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെ നോക്കിയേ? ആദ്യം പ്ലസ് ക്യൂ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ, മൈനസ് ക്യൂ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഇസ് ഈക്വൽ ടു 1/4πε0 2p by r cube. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈൻ ഉള്ളത്. അപ്പോൾ മൈനസ് ക്യൂം പ്ലസ് ഇതിൽ ഇക്വറ്റോറിയൽ ലൈൻ ഇറ്റ് ഈസ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദി ഡൈപോൾ ആൻഡ് പാസിംഗ് ത്രൂ സെൻറ്റർ. സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഈ ലൈനാണ് ദി ഇക്വറ്റോറിയൽ ലൈൻ. ഇതിനൊരു പോയിൻ്റാണ് പി. ഈ പിയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് ക്യൂം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, പ്ലസ് ക്യൂം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മൈനസ് ക്യൂ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് മൈനസ് ക്യൂ ആണ്, എവേ ഫ്രം പ്ലസ് ക്യൂ ആണ്. അപ്പോൾ ഇത് പ്ലസ് ക്യൂൻ്റെ ഞാനിവിടെ E1 അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ E1 ഈസ് ഈക്വൽ ടു ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയുണ്ടാവുക? എ. ടോട്ടൽ 2 ആണെങ്കിൽ ഇത് എ ആണ്, ഇത് 6 ആണെങ്കിൽ ഇതെന്താ? ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ദാറ്റ് ഈസ് r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൂട്ട് ഓഫ്. ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ശ്രദ്ധിച്ച E1 ഈസ് ഈക്വൽ ടു E1 എന്ന് പറഞ്ഞാൽ 1/4πε0 ചാർജ് ക്യൂ ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതിനെ സ്ക്വയർ ചെയ്താൽ r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കിട്ടും. ഇതാണ് E1ൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി E2 എടുക്കുകയാണെങ്കിലോ E2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫലമായിട്ട് മൈനസ് ക്യൂവിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് അത് ഇങ്ങോട്ടാണ്. അതെത്രയാണ്? 1/4πε0 ക്യൂ ബൈ ഈ ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സ്ക്വയർ ചെയ്താൽ r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. But here it is found that magnitude of E1 and E2 are equal, but directions are opposite. ഇവിടെ നോക്കിയേ, ഒന്ന് ഈ ഡയറക്ഷനാണ്, മറ്റേത് ഈ ഡയറക്ഷൻ. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നെറ്റ് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് E1 റിസോൾവ് ചെയ്യാം രണ്ട് കോമ്പണൻ്റ് ആയിട്ട്, ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ കോമ്പണൻറ്റ് E1 സൈൻ തീറ്റ എന്ന് വരും, ഈ കോമ്പണൻറ്റോ E1 കോസ് തീറ്റ. അതേപോലെ ഈ E2നെ ഡിറൈവ് ചെയ്താൽ റിസോൾവ് ചെയ്താൽ ഒരു കോമ്പണൻറ്റ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, വെർട്ടിക്കൽ കോമ്പണൻറ്റ്. വെർട്ടിക്കൽ കോമ്പണൻറ്റ് E2 സൈൻ തീറ്റ, ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് E2 കോസ് തീറ്റ. Here the vertical component E1 sin theta and E2 sin theta are equally opposite. That can be cancelled. So total electric field is due to only horizontal component. Both are in the same direction. That is E1 cos theta plus E2 cos theta. E1 cos theta plus E2 cos theta. E1 E2 magnitude equal ആയതുകൊണ്ട് since E1 is equal to E2 ആയതുകൊണ്ട് നമുക്ക് എഴുതാം 2E1 cos theta എന്ന് എഴുതാം. 2E1 cos theta. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അത് ഈ പോയിന്റ് പി ഈസ് 2E1 cos theta. ഇത് ഏത് ഡയറക്ഷനാണ്? ഡൈപോൾ മൊമെന്റ് മൈനസ് ക്യൂ പ്ലസ് ക്യൂയിലേക്കാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഈസ് ഈക്വൽ ടു 2E1 എന്താ? 1/4πε0 ക്യൂ ബൈ r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? കോസ് തീറ്റ ആണെങ്കിൽ ഈ ട്രയാങ്കിൾ എടുത്താൽ നോക്കണേ, ഇത് തീറ്റ, ഇത് തീറ്റയാണ്, ഈ ആംഗിൾ എ ആണ്, ഈ സൈഡ് എ ആണ്, ഇത് റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്. ഹൈപ്പോട്ടനീസ് എന്നാൽ r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് എക്സ് എന്നാൽ എക്സ് റൈസ് ടു 1/2 ആണ്. അപ്പോൾ ഇതിന് റൂട്ട് എടുക്കുമ്പോൾ റൈസ് ടു 1/2. അപ്പോൾ ഇത് ന്യൂമറേറ്റർ എടുത്താൽ കെ ഇൻറ്റു 2QA എന്ന് പറഞ്ഞാൽ പി ബൈ r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ all raised to 1 into half the 1 plus half 3/2. 1/4πε0 p by r square plus a square all raised to 3/2. Short dipole ആണെങ്കിൽ r is very very greater than a. Very very greater than a ആണെങ്കിൽ a square നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം.
എ സ്ക്വയർ നെഗ്ലേറ്റ് ചെയ്താൽ ബാക്കി എന്താ കിട്ടുന്നത്? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2. എ സ്ക്വയർ നെഗ്ലേറ്റ് ചെയ്താൽ ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ റേസ് ടു 2 ഇൻറ്റു 3/2 ഈക്വൽ ടു ആർ ക്യൂബ് ആണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് എഴുതാം ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഈസ് ഈക്വൽ ടു 1/4πε0 p/r³. ആക്സിസിലായിരുന്നെങ്കിൽ 1/4πε0 2p/r³ ആയിരുന്നു. ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ 1/4πε0 p/r³. ഓക്കെ, അപ്പോൾ ഇതും വെരി സിമ്പിളാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്തു? ആദ്യമായിട്ട് പ്ലസ് ക്യൂൻ്റെതും പിന്നെ മൈനസ് ക്യൂൻ്റെതും കണ്ടു, രണ്ടും റിസോൾവ് ചെയ്തു, വെർട്ടിക്കൽ കോമ്പണൻസ് ക്യാൻസൽ ചെയ്തു, പിന്നെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് മാത്രമേ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ ഡൈപോൾ പറഞ്ഞു, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ രണ്ടും പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു ഡൈപോൾ, നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ F/Q ആണെങ്കിൽ F ഈസ് ഈക്വൽ QE എന്ന് എഴുതാം. F ഈസ് ഈക്വൽ QE. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു പ്ലസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ പ്ലസ് QE ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അതേപോലെ മൈനസ് ക്യൂ വെച്ചാൽ മൈനസ് QE. അപ്പോൾ നെഗറ്റീവ് ചാർജ് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ്, അപ്പോൾ രണ്ട് ഫോഴ്സ് നോക്കിയേ, ഒരു ഫോഴ്സ് QEയും മറ്റേ ഫോഴ്സ് മൈനസ് QEയും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഡൈപോൾ ഈസ് ഈക്വൽ ടു QE മൈനസ് QE, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് 0 ആണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഡൈപോൾ ഈസ് ഈക്വൽ ടു 0. ബട്ട് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദീസ് ടു ഈക്വൽ ടു ഓപ്പോസിറ്റ് ഫോഴ്സ്, ഏതൊക്കെയാണ്? ഒരു QE എന്ന ഫോഴ്സും മറ്റൊരു മൈനസ് QE എന്ന ഫോഴ്സിന് ഫലമായിട്ട് എന്ത് സംഭവിക്കും? എ ടോർക്ക് വിൽ ബി പ്രൊഡ്യൂസ്. ദാറ്റ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വൺ ഓഫ് ദ ഫോഴ്സ് ഏതാ? QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നോക്കിയേ, ഒരു ഫോഴ്സ് ഇങ്ങനെയാണ്, മറ്റേ ഫോഴ്സ് ഇങ്ങനെ. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ കാണുന്നതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് 2a ആണെങ്കിൽ നമുക്ക് എഴുതാം 2a sin theta. 2a sin theta. What is Q into 2a? But Q into 2a is equal to P ആണ്. അപ്പോൾ നമുക്ക് എഴുതാം PE sin theta. The torque acting on the dipole is equal to PE sin theta, or AB sin theta is A cross B ആണെങ്കിൽ torque tau is equal to നമുക്ക് എഴുതാം P cross E. It is the torque acting on a dipole placed in a uniform electric field. Okay. അപ്പോൾ നമ്മൾ ഡൈപോളിൻ്റെ കേസിൽ ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു, ഇക്വറ്റോറിയൽ ലൈൻ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. ആക്സിസിൽ 1/4πε0 2p/r³. ഇക്വറ്റോറിയൽ ലൈൻ അതിൻ്റെ പകുതിയാണ് 1/4πε0 p/r³. അതിനുശേഷമായിട്ട് നമ്മൾ ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച സമയത്ത് ടോട്ടൽ ഫോഴ്സ് 0 ആയിരുന്നു. ബട്ട് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ടു ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് എ ടോർക്ക് വിൽ ബി പ്രൊഡ്യൂസ്. ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ആ ടോർക്ക് എത്രയായിരുന്നു? ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഗോസസ് ലോ പറഞ്ഞ ശേഷം വീണ്ടും ഫീൽഡിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് അറിയണം. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാസിംഗ് ത്രൂ നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കടന്നു, അതായത് ഇവിടെ ഒരു ചാർജ് Q വെച്ചാൽ ഇതിന് ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എടുക്കാൻ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ സ്മോൾ സർഫസ് എടുക്കുന്നു. ഈ സർഫസിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. അത് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് വരുന്നത് എന്താ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും. ഓക്കെ, ഇനി നമുക്ക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരുപാട് ചാർജ് ഇങ്ങനെ യൂസ് ചെയ്ത് ഒരുപാട് അടുപ്പിച്ച് ലൈൻ ഓഫ് ചാർജ് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ, ലീനിയർ ചാർജ് ഡെൻസിറ്റി Q/L എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽറ്റ Q/Δ എന്ന് എഴുതാം. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് യൂണിറ്റ് വരെ കൂളും പെർ മീറ്റർ ആണ്. ഇനി ഒരു സർഫസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിലോ ചാർജ് ഉപയോഗിച്ച് സർഫസ് ഉണ്ടാക്കിയാൽ ഇവിടെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ ഈസ് ഈക്വൽ Q/A. ഇവിടെ S ആയതുകൊണ്ട് Q/S എന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇനി വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് വോളിയാണ്. ടോട്ടൽ ചാർജ് റോ ഈസ് ഈക്വൽ Q/V. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ ഈ യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജിൻ്റെ അളവാണെന്ത്? വോളിയം ചാർജ് ഡെൻസിറ്റി റോ. ഓക്കെ, ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇതിന് ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി ഒരു ലോ യൂസ് ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ പഠിച്ചേക്കുക. എന്തായാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഷുവർ.
അപ്പോൾ ഗോസസ് ലോ, ഈ ഗോസസ് ലോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ തവണ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഗോസസ് ലോ പഠിക്കുക, ഇതിൻ്റെ 3 ആപ്ലിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഷുവറാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഗോസസ് തിയറം പറയുന്നത് എന്താ? ഗോസസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ് ബൈ ദാറ്റ് സർഫസ്. അതായത് ഒരു ക്ലോസ് സർഫസിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു ചാർജ് വെച്ചു, അതൊന്നും ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകും. ഇതൊന്നും നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റൂല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഗോസസ് ലോ പറഞ്ഞത്. എന്താ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് is equal to എന്താ? 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ്. ദാറ്റ് ഈസ് phi is equal to q enclosed by ε0 എന്ന് എഴുതാം. എന്താ ഇലക്ട്രിക് ഫ്ലക്സ് കാണുന്ന ഇക്വേഷൻ? ഇലക്ട്രിക് ഫ്ലക്സ് നമുക്കറിയാം. ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് phi is equal നമുക്ക് കണ്ടുപിടിക്കാം. വെരി സ്മോൾ ഫ്ലക്സ് d phi ആണെങ്കിൽ വെരി സ്മോൾ ഇലക്ട്രിക് ഫ്ലക്സ് is equal to E ഡോട്ട് ds അല്ലെങ്കിൽ E ഡോട്ട് a. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ phi is equal to ഇൻ്റഗ്രൽ E ഡോട്ട് ds എന്ന് എഴുതാം. ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ എന്ത് പറയാം? ഇലക്ട്രിക് ഫ്ലക്സ് phi സ്ഥാനത്ത് ഇൻ്റഗ്രൽ E ഡോട്ട് ds is equal to q/ε0. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗോസസ് ലോ ഇസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് സർഫസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദർ ഈസ് നോ ക്ലോസ് സർഫസ്, ഇവിടെ ക്ലോസ് സർഫസ് ഇല്ലെങ്കിലോ വി ക്യാൻ ഇമാജിൻ എ ക്ലോസ് സർഫസ്. ഇറ്റ് ഈസ് കോൾഡ് ഗോസിയൻ സർഫസ്. ഇവിടെ നമ്മൾ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യാം. ആ ഗോസിയൻ സർഫസ്, അതായത് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ക്ലോസ് സർഫസിനെയാണ് ഗോസിയൻ സർഫസ് എന്ന് വിളിച്ചത്. ഈ ഗോസിയൻ സർഫസിൽ മാത്രമാണ് ഗോസസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് ചാർജ് സ്ഫെറിക്കൽ ഷെൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻഫിനിറ്റി ലോങ് ചാർജ്ഡ് വയർ, ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഈ 3 ആപ്ലിക്കേഷനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ റേഡിയസ് r ആണ്. ഓക്കെ, ഈ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ്, സ്മോൾ r ഡിസ്റ്റൻസ് എവേയുള്ള പോയിന്റ് ആണ് P. ആ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. അതിനുവേണ്ടി ഗോസസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഔട്ട് സൈഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം, ഔട്ട് സൈഡ് ആയതുകൊണ്ട് സ്മോൾ r ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R. ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് phi ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E ഡോട്ട് ds എന്നാണ്. A ഡോട്ട് ബി ഈസ് ഈക്വൽ AB കോസ് തീറ്റ എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ E ds കോസ് തീറ്റ. ഇവിടെ നോക്കിയേ, ഇൻ്റെ dsന്റെ ഡയറക്ഷൻ, ds ഓൾവേസ് നോർമൽ ഈ സർഫസ്. അപ്പോൾ dsന്റെ ഡയറക്ഷൻ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. ഈ പോയിന്റ് എടുക്കുകയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, dsO ഇവിടുത്തെ dsഉം ഇതേ ഡയറക്ഷന്. അപ്പോൾ അറ്റ് എനി പോയിന്റ് E ഈസ് പാരലൽ ടു ds. ഇയും dsഉം എന്താണ്? പാരലാണ്. അപ്പോൾ തീറ്റ 0 ആണ്. കോസ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് phi ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ E ds ഇൻറ്റു 1, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ E ds ഓർ E ഇൻറ്റു ഇൻ്റഗ്രൽ ds. ds എന്ന് പറഞ്ഞാൽ ഈ ഗോസിയൻ സർഫസിന് സ്മോൾ ഏരിയ ആണല്ലോ, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻ്റഗ്രൽ ds ഈസ് ഈക്വൽ ടു 4πr². ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി ഗോസിയൻ സർഫസ്. സോ വി ഹാവ് ടു റൈറ്റ് E ഇൻറ്റു 4πr² ഓർ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 4πr² E കിട്ടി. അപ്പോൾ എന്താ വിളിച്ചത്? 4πr² ഫ്ലക്സ് കിട്ടി. എന്താ ഗോസസ് ലോ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു q/ε0. അപ്പോൾ q എൻക്ലോസ് കാണും. q എൻക്ലോസ് കാണാൻ വേണ്ടിയിട്ട് സർഫസ് ചാർജ് അനുസരിച്ച് സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇവിടുത്തെ ഏരിയ എത്രയാ? ഇവിടെ നോക്കിയേ, ഈ ചാർജിലെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നർ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഏരിയ ആണല്ലോ, അതെത്രയാണ്? 4πr² ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ചാർജ് എൻക്ലോസ് ഈസ് ഈക്വൽ ടു ഈ 4πr² സിഗ്മ. അപ്പോൾ നമുക്ക് phi c 4πr² E കിട്ടി. അതേപോലെ q എൻക്ലോസ് ഈ 4πr² സിഗ്മ കിട്ടി. അങ്ങനെയാണെങ്കിൽ ബൈ ഗോസസ് ലോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു q എൻക്ലോസ് ബൈ ε0. q എൻക്ലോസ് എത്രയായിരുന്നു? 4πr² E ഈസ് ഈക്വൽ ടു q എൻക്ലോസ് എത്രയാ? 4πr² സിഗ്മ ബൈ ε0. 4π കട്ട് ചെയ്താൽ E ഈസ് ഈക്വൽ ടു r² sigma by r² epsilon 0. This is the electric field outside a spherical shell.
It is found that E is proportional to 1 by R square. And a radius R, capital R constant, sigma constant, epsilon 0 constant. E is proportional to 1 by R square. This is the electric field outside the shell. Electric field on the surface of the shell. This is our shell. This shell is positive charge. This is radius capital R. This is surface point P. On the surface, small r is equal to capital R. Electric field on the surface is equal to R square sigma by small r and the capital R square epsilon 0. R square cut electric field on the surface is equal to constant, that is equal to sigma by epsilon 0. Any inside anangilo, so this is a spherical shell. This is charge complete shell surface. This radius R. This point P. This distance R Gaussian surface consider cheyidal. This Gaussian surface charge illalo. Charge undengil maathram electric field undavullu. Appo Q enclosed is equal to 0. Q enclosed 0 aanengil total electric field inside is equal to 0. Appo outside aanengil outside namukku kittiyathu R square sigma by R square epsilon 0. Surface aanengil sigma by epsilon 0. Inside aanengil ethrayanu 0. This is electric field due to a spherical shell of charge. Clear? Now, electric field due to an infinitely long straight charged wire. Now, this charged wire. This is R distance available point P. This P electric field. That is a Gaussian surface imagine. This is a Gaussian surface cylinder. Gaussian surface imagine. But we have electric flux phi is equal to integral E dot ds. This is integral E ds cos theta. What is the cylinder? Cylinder is surface and end surface and cylindrical surface. Now, we have end surface. Here, ds direction is E in a direction away from positive charge. This is E. Here ds perpendicular E in a direction. Now, at the end surface E perpendicular to ds. E and ds perpendicular to theta 90 ആണ്. Theta 90 ആണെങ്കിൽ cos 90 is equal to 0. അപ്പോൾ electric flux through the end surface phi end is equal എന്താണ്? Integral E ds into 0 equal to 0. അപ്പോൾ end surface electric field lines pass ചെയ്യുന്നില്ല. ഇനി cylindrical surface എടുക്കുക. അപ്പോൾ cylindrical surface എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ പോയിന്റ് എടുക്കുന്നതെങ്കിൽ ds ഈ ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡോ അതേ ഡയറക്ഷനിലാണ്. E ഈസ് പാരലൽ ടു ds ആണ്. ഇയും dsഉം പാരലൽ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ 0 ആണെങ്കിൽ cos 0 ഈസ് ഈക്വൽ ടു 1. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? cos 0 വാല്യൂ 1 ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സിലിണ്ടറിക്കൽ സർഫസ് phi c ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡി എസ്. ഇവിടെ ഈ പുറത്തെടുത്താൽ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. എന്താ ഡി എസ്? ഡി എസ് ഈസ് ദ വെരി സ്മോൾ ഏരിയ ഓൺ ദി ഗോസിയൻ സർഫസ്. അപ്പോൾ ഇവിടുത്തെ ഗോസിയൻ സർഫസ് സിലിണ്ടറിക്കൽ സർഫസ് ആണ്. അതിൻ്റെ ലെങ്ത് എല്ലും റേഡിയസ് ആറും ആണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 2 pi r l. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സിലിണ്ടറിക്കൽ സർഫസ് ഇസ് ഈക്വൽ ടു 2 pi r l e. So total flux phi is equal to electric flux through the end surface plus electric flux through the cylindrical surface. 0 plus 2 pi r l e. So we get total electric flux is equal to 2 pi r l e. Any Q enclosed കാണോ? Q enclosed കാണാൻ വേണ്ടിയിട്ട് linear charge density lambda is equal to Q by L or Q enclosed is equal to lambda into ഇതിനകത്ത് ലെങ്ത് എത്രയാ? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ ലെങ്ത് എൽ ആണല്ലോ. അപ്പോൾ ലാംഡ ഇൻറ്റു എൽ. അപ്പോൾ നമുക്ക് ഗോസസിൽ അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് ബൈ എപ്സിലോൺ 0. ഫൈ എത്രയായിരുന്നു? 2 pi r l e ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് എൽ ലാംഡ ബൈ എപ്സിലോൺ 0. എല്ലും എല്ലും കട്ട് ചെയ്താൽ 2 pi r e ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 pi r എപ്സിലോൺ 0. Here it is found that electric field due to a line of charge is proportional to 1 by r.
നേരത്തെ പോയിന്റ് ചാർജോ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷെല്ലോ ആണെങ്കിൽ ഔട്ട്സൈഡ് ഈസ് പ്രൊപ്പോർഷണൽ 1/r² ആയിരുന്നു. ഇവിടെ ലൈൻ ഓഫ് ചാർജ് ആണെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r. ഇതാണ് രണ്ടാമത്തത്. ഇനി നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ഇതൊരു പ്ലെയിൻ ഷീറ്റാണ്. ഈ പ്ലെയിൻ ഷീറ്റ് 6 ഡിസ്റ്റൻസ് അവയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് ഇതിലൂടെ കടന്നു പോകുന്ന ഇങ്ങനത്തെ സിലിണ്ടർ ഇമാജിൻ ചെയ്യുന്നു. ഇതാണ് ഗോസിയൻ സർഫസ്. ഇതിൻ്റെ ഒരു എൻഡിലാണ് എന്തുള്ളത്? ഈ ഗോസിയൻ എൻഡിലാണ് പോയിന്റ് പി ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് എൻഡ് സർഫസ് ഉണ്ട്, അതേപോലെ സിലിണ്ടറിക്കൽ സർഫസ് ഉണ്ട്. എൻഡ് സർഫസിൽ ഈയുടെ ഡയറക്ഷൻ ഇതാണ്, ഏരിയയും ഇതേ ഡയറക്ഷൻ തന്നെയാണ്. അതേ സമയത്ത് ഇവിടെ ഡി എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡോ ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് എൻഡ് സർഫസിൽ സിലിണ്ടറിക്കൽ സർഫസിൽ അറ്റ് സിലിണ്ടറിക്കൽ സർഫസിൽ ഇ ഈസ് പെർപെൻഡിക്കുലർ ടു ഡി എസ് ആണ്. ഇയും ഡി എസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ എത്രയാ? 90. തീറ്റ 90 ആണ്. കോസ് 90 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി സിലിണ്ടറിക്കൽ സർഫസ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? ഇൻ്റഗ്രൽ ഇ ഡി എസ് ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇനി എൻഡ് സർഫസ് ആണെങ്കിലോ അറ്റ് എൻഡ് സർഫസിലേക്കാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇയും ഈ ഡയറക്ഷനാണ്, ഡി എസും ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഇ ഈസ് പാരലൽ ടു ഡി എസ്. ഇയും ഡി എസും പാരലൽ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0, കോസ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി എൻഡ് സർഫസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡി എസ്. ഈനെ പുറത്തെടുത്താൽ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. ഇൻ്റഗ്രൽ ഡി എസ് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് സർഫസിൻ്റെ ഏരിയ, ഇവിടുത്തെ ഏരിയ എ ആണ്, ഇവിടുത്തെ ഏരിയയും എ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ നമുക്ക് എഴുതാം 2a. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 2ae. അപ്പോൾ നെറ്റ് ഫ്ലക്സ് എന്നാൽ 2ae പ്ലസ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 2ae. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 2ae കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ചാർജ് എൻക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഇത്രയും സ്ഥലത്തുള്ള ചാർജ് കാണും. ഈ ചാർജ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ക്യൂ ബൈ എ, ഓർ ക്യൂ ഈസ് ഈക്വൽ എന്ത് എഴുതാം? എ സിഗ്മ. ഇതാണ് ചാർജ് എൻക്ലോസ്ഡ്. ദെൻ ഗോസസ് ലോ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ഫൈ എത്രയാ? 2ae ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് എത്രയാ? എ സിഗ്മ ബൈ എപ്സിലോൺ 0. എയും ബൈയും കട്ട് ചെയ്താൽ E is equal to sigma by 2 epsilon 0. Here it is found that the electric field due to a plane sheet of charge is independent on distance. Point charge ആണ് proportional 1/r² ആയിരുന്നു, line of charge 1/r ആയിരുന്നു. ഇപ്പോൾ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓൺ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 ആപ്ലിക്കേഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസസ് ലോയുടെ 3 ആപ്ലിക്കേഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തിയറി പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതിലുള്ള വാൻഡേഗ്രാഫ് ജനറേറ്റ്, ബാക്കിയുള്ള ചെറിയ ടോപ്പിക്കൊക്കെ അതായത് ഇങ്ങനെ ഡിലീറ്റഡ് പോർഷൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ എക്സാമിന് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ചാർജ് എന്താണെന്ന് പഠിച്ചു, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് പഠിച്ചു, അതിനുശേഷമായിട്ട് ഫോഴ്സ് പഠിച്ചു, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്, വെക്റ്റർ ഫോം, ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിസുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇക്വറ്റുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോളിൻ്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അതിനുശേഷം ഇലക്ട്രിക് ഫ്ലക്സ് ഗോസസിലോ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പാസ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പാസ് ചെയ്യാം. 2022 സെൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ സ്മോൾ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ക്ലോസ് സർഫസ്, വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ ദി സർഫസ്? ഒരു സ്മോൾ ചാർജ് ക്യൂ ക്ലോസ് സർഫസിനകത്ത് വെച്ചാൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ എന്താണ്? ക്യൂ എൻക്ലോസ് ബൈ എപ്സിലോൺ 0 അല്ലേ? ഗോസസ് ലോ ഫ്ലക്സ് ഈസ് ക്യൂ എൻക്ലോസ് ബൈ എപ്സിലോൺ 0. ഇവിടെ എൻക്ലോസ് ചെയ്ത ചാർജ് ക്യൂ ആണല്ലോ, അപ്പോൾ ക്യൂ ബൈ എപ്സിലോൺ 0. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ വിച്ച് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഫ്ലക്സ്. ഏതായിരുന്നു ലോ? ഗോസസ് ലോ. എന്താ ഗോസസ് ലോ സ്റ്റേറ്റ്മെന്റ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് ക്ലോസ് സർഫസ്. ഓക്കെ, യൂസിംഗ് ദി above law, find the electric field at a point r from infinitely long straight uniformly charged wire. അത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഒരു യൂണിഫോംലി ചാർജ്ഡ് വയറാണെങ്കിൽ ഇതിൻ്റെ ഫലമായുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്തു. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഈസ് ഈക്വൽ ടു λ/2πr∈0. നേരത്തെ ചെയ്തില്ലായിരുന്നോ? ഇത് ഡിറൈവ് ചെയ്യാൻ മൊത്തമായിട്ട്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു തവണ ചെയ്തതായതുകൊണ്ട്.
അത് രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് 2002 സെയിൽ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഈസ് ദ integral multiple of basic unit of charge. Integral multiple of basic unit of charge. That Q is NE. And okay, force between two charges placed in free space is 10 Newton. About F air angle 10 Newton. And the force reduces to 5 Newton placed in a medium. F medium angle 5. Then value of K. And then the value of K, dielectric constant K is equal to F air by F medium. F air by F medium. That is equal to F air 10 by 5 equal to 2. Okay, easy questions ആണ്. ഇനി മാർച്ച് 2022 ചോദിച്ചതാണ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താ ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ്? ന്യൂട്ടൺ പെർ കൂളും ഉണ്ട്, അതേപോലെ വോൾട്ട് പെർ മീറ്റർ. വോൾട്ട് മീറ്റർ അല്ല, അപ്പോൾ ഇതാണ് കറക്റ്റ് ന്യൂട്ടൺ പെർ കൂളുമ്പോൾ. അതേപോലെ രണ്ടാമത്താണ് വോൾട്ട് പെർ മീറ്ററും. വോൾട്ട് മീറ്റർ അല്ല, വോൾട്ട് പെർ മീറ്റർ. 2021 ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് magnitude of the charge, product of the magnitude of the charge, and inversely proportional to square of distance between. വളരെ ഈസിയാണ്, കോളംസ് ലോ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാനാണ് വെച്ചത്. ഇനി നോക്കിയേ, എ സിസ്റ്റം ഹാസ് ടു ചാർജ് 2.5 - 5 - 2. ലൊക്കേറ്റഡ് പോയിന്റ്സ് ഇതേതാ വൈ സെഡ് ആക്സിസിലാണ് -15 +15. ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കാണണമെങ്കിൽ 1 ഓഫ് ദി ചാർജ് ഇൻറ്റു, അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് ഒന്ന് -15 രണ്ടാമത് വെച്ചിരിക്കുന്നത് +15. അപ്പം -15 മുതൽ +15 വരെ 2a എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 2a ഈസ് ഈക്വൽ ടു -15 മുതൽ +15 30 സെൻറ്റിമീറ്റർ. അപ്പോൾ Q ഇൻറ്റു 2a ആണ്. Q എത്രയാ? 2.5 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 2a 30 ഇൻറ്റു 10⁻⁻2. അപ്പോൾ 2.5 75 ഇൻറ്റു 10⁻⁻9 എന്ന് എഴുതാം കൂളം മീറ്റർ, അല്ലെങ്കിൽ 7.5 ഇൻറ്റു 10⁻⁻8 കൂളം മീറ്റർ. ഇതാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. വളരെ ഈസിയായി കണ്ടുപിടിക്കാം. ചാർജ് ഇൻറ്റു സെപ്പറേഷൻ. സെപ്പറേഷൻ കാണാം -15 മുതൽ +15 വരെ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഫിഗർ. റൈറ്റ് സൈൻ ഓഫ് Q1 ആൻഡ് Q2. ഓക്കെ, Q1 കേസ് എന്താ? എവേ ഫ്രം Q1 ആണ്. അപ്പോൾ എവേ എന്ന് പറഞ്ഞാൽ എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ Q1 പോസിറ്റീവ് ആണ്. എല്ലാം Q2 അവസാനിക്കുന്നത്. അപ്പോൾ Q2 എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ Q1 പോസിറ്റീവ് ആണ്. എങ്ങനെ മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം പോസിറ്റീവ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. 2 ions carrying equal charges repel each other. Force 1.4 × -8. Separate by distance of 500 × -9. How many electrons have been removed? എങ്ങനെ ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q1 Q2 രണ്ടിനെയും ചാർജ് ഈക്വൽ ആണ് Q²/r². ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? Q കണ്ടുപിടിക്കണം. അപ്പോൾ Q² ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? FR² by K. അപ്പോൾ Q² ഈസ് ഈക്വൽ ടു എഫ് എത്രയാ? 1.48 ഇൻറ്റു 10⁻⁻8. R ഡിസ്റ്റൻസ് എത്രയാ? 5 ഇൻറ്റു 10⁻⁻10 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ Kൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻9. ഇത് ചെയ്താൽ 5² 25. 25 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 37.5. 37.5/9 എന്ന് പറഞ്ഞാൽ കിട്ടുക 4.2 ഇൻറ്റു 10⁻⁻8 -8 -20 ഈ 9 മേലൊക്കെ -9, അപ്പോൾ -37. ഇത് Q² ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. Q² ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു 10⁻⁻38 എന്ന് എഴുതാം. അപ്പോൾ Q ആണ് റൂട്ട് എടുത്താൽ 4.2ൻ്റെ റൂട്ട് 6.4 സംതിങ് വരും ഇൻറ്റു 10⁻⁻19.
അപ്പോൾ നമുക്ക് വേണ്ട എന്താ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് Q ഈസ് ഈക്വൽ ടു NE ഓർ N ഈസ് ഈക്വൽ ടു Q/E. ഇവിടെ Q എത്ര കിട്ടിയത് 6.4 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ ഇൻ്റെ വാല്യൂ എത്ര 1.6 ഇൻറ്റു 10⁻⁻19 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയത് 4. അപ്പോൾ 4 ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്തത് റിപ്പൽ ചെയ്തത്. ഇവിടെ 4 ഇലക്ട്രോൺസ് ആണ് റിമൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 4. ക്ലിയർ ആണോ? ഇനി 2012 മാർച്ച് വെച്ച് പോയിന്റ് ചാർജ് 10 മൈക്രോ കൂളംബ് ലൊക്കേറ്റഡ് ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ഡയറക്ട്ലി അബോവ് ദി സെൻറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ ആസ് ഷോൺ ഫിഗർ. നോക്കിയേ, ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിന് 5 സെൻറ്റിമീറ്റർ മേലെയായിട്ട് വെച്ചതാണ്. ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ, ഇലക്ട്രിക് ഫ്ലക്സ് കാണണമെങ്കിൽ നമുക്ക് ഇതൊരു ക്ലോസ് സർഫസ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഒരു ക്യൂബാക്കി മാറ്റുന്നു. നോക്കിയേ, ഇപ്പം ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ ബേസാണ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം Q/ε0 ആണ്. ഇവിടെ ഒരു ഫേസ് മാത്രമാണ്. ഒരു ഫേസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിന് 6 ഫേസിലും ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി ഫേസ് ഈസ് ഈക്വൽ ടു Q/6ε0. ദാറ്റ് ഈസ് Q എത്രയാ 10 മൈക്രോ 10 × 10⁻⁻6 ബൈ 6 ε0 8.85 × 10⁻12. ഇത് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക 6 × 8.85 ഏതാണ് 52 ആ റേഞ്ചിൽ വരും. 10⁻12 പ്ലസ് 12 അപ്പോൾ 10⁻6 വരും. അപ്പോൾ ഇതിന് 100 ആക്കിയാൽ 10⁻5 100/53 6×48 100/53 എന്ന് പറഞ്ഞാൽ 1.9 സംതിങ്. അപ്പോൾ 1.9 × 10⁻5 എന്താണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ഇതാണ് എന്ത് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത് ഈ സ്ക്വയറിന് എന്താക്കി വെച്ചു, ഈ സ്ക്വയറിന് ഈ ഒരു പിന്നെ ക്യൂബിൻ്റെ ബേസായി കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇലക്ട്രിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് E ത്രൂ എ സർഫസ് ഈസ് ഗിവൺ ബൈ E.ds. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താ SI യൂണിറ്റ് നമുക്കറിയാം. SI യൂണിറ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് E.ds. ഇതിന് 2 യൂണിറ്റാണ്. ഒന്ന് വോൾട്ട് പെർ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ. ഇത് കട്ട് ചെയ്താൽ വോൾട്ട് മീറ്റർ കിട്ടും. ഒന്നുകിൽ യൂണിറ്റ് വോൾട്ട് മീറ്റർ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളും ഇൻറ്റു മീറ്റർ സ്ക്വയർ. അതായത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും ഏതാ ഉള്ളത് വോൾട്ട് മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ ഇതാണ് കറക്റ്റ് ആൻസർ. ഇമാജിൻ ദാറ്റ് Q is situated at the center of a hollow cube. What is electric flux through one side of the cube? ക്യൂബിൻ്റെ ഒരു ഫേസിലൂടെ എത്ര ഉണ്ടാവുക ടോട്ടൽ ആണെങ്കിൽ Q/ε0. ഒരു ഫേസ് ആണെങ്കിൽ 6 ഫേസ് 6 സൈഡിലൂടെയും ഈക്വൽ ആയിട്ടാണല്ലോ കറക്റ്റ് സെൻട്രൽ ആയതുകൊണ്ട്. അപ്പോൾ 6 ഫേസും ഈക്വൽ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി ഫേസ് ഈസ് ഈക്വൽ ടു Q/6ε0. അത് ചെയ്ത പ്രോബ്ലം. ഓക്കെ, ഇനി നോക്കിയേ. ഇലക്ട്രിക് ഫീൽഡ് is important way to characterize the electric field in one system. 2 points are Q1, Q2 plus 10⁻⁻8 to -8. Placed 0.1 meter apart. Calculate electric field ABC. എയും ബിയും സിയും. എ ഇവിടെയാണ്, ബി ഇവിടെയാണ്, സി ഇവിടെയാണ്. ഈ 3 പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചോ, ആദ്യമായിട്ട് പോയിന്റ് എ എടുക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ആണ്. പ്ലസ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ഈ ഡയറക്ഷൻ കിട്ടി. ഇവിടെ മൈനസ് ആകുമ്പോൾ ടുവേർഡ്സ് ആണ്. അപ്പോൾ അതും ഈ ഡയറക്ഷനിൽ തന്നെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ എന്ന് പറഞ്ഞാൽ 2ന്റെ ഫലമായി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു 1/4πε0 ചാർജ് Q/r². രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ് സെയിം. അപ്പോൾ 2 കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ 2 × 9 × 10⁻9 ഇൻറ്റു ചാർജ് എത്രയാ 10⁻⁻8 ബൈ ഡിസ്റ്റൻസ് എത്രയാ 0.05. അതിനെ വേണമെങ്കിൽ 5 × 10⁻2 എന്ന് എഴുതാം. അതിനെ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ 2 × 9 18/25. അത് 180/25 ആക്കിയാൽ നമുക്ക് 10⁻9 180/25. 180/25 എന്ന് പറഞ്ഞാൽ 7.2 ഇൻറ്റു 10⁻2 സ്ക്വയർ -4 മേലെ വന്നാൽ +4. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു 7.2 × 10⁻4 എന്ന് കിട്ടും. ഇനി ഇവിടെ എത്താലോ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിലോ ഈ ഡിസ്റ്റൻസ് 0.1 ആണ്, ഇതും 0.1 ആണ്. അപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് നോക്കിയ പോയിന്റ് ബി. അപ്പോൾ ഇതാണ് പോയിന്റ് ബി. ഇവിടുത്തെ ചാർജ് എത്രയായിരുന്നു 10⁻⁻8
ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് 10⁻⁸. ഈ ഡിസ്റ്റൻസ് 0.1 ആണ്, ഇതും 0.1 ആണ്, ഇതും 0.1 ആണ്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ശ്രദ്ധിച്ച്, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ആയതുകൊണ്ട് ടുവേർഡ്സ്, ഇതാണ് ഡയറക്ഷൻ. ഇത് പ്ലസ് ആയതുകൊണ്ട് എവേ, ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ രണ്ട് ഫീൽഡിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലോ. E is equal to 1/4πε0 Q/r². രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ആംഗിൾ എത്ര വരിക? ഈ ആംഗിൾ എത്ര വരുന്നത്? ആംഗിൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ, ഇതിങ്ങനെ നേരെ പോകുന്ന ആംഗിൾ, ഈ ആംഗിൾ എത്ര വരുന്നത്? ഇത് ടോട്ടൽ 180 ആണ്. ഇത് 180 എന്ന് ഈ ആംഗിൾ എത്ര ഉണ്ടാവും? 60 മൈനസ് ഇക്വലാറ്റർ ആയതുകൊണ്ട് 60 മൈനസ് ഇത് 120. അപ്പോൾ നമ്മൾ ആംഗിൾ 120 ആണെങ്കിൽ രണ്ട് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 120 ആണെങ്കിൽ നമുക്ക് നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു √E² പ്ലസ് E² പ്ലസ് 2EE കോസ് 120. കോസ് 120 വാല്യൂ -1/2 ആണല്ലോ. അപ്പോൾ 2E² പ്ലസ് 2E² ഇൻറ്റു -1/2. 2 ഇൻറ്റു കട്ട് ചെയ്യുന്നു. 2E² മൈനസ് E² ദാറ്റ് ഈസ് E² ദാറ്റ് ഈസ് ഈക്വൽ ടു E. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ആ ഇ എത്രയാണ്? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ എത്രയാ? 10⁻⁻8 ഡിവൈഡഡ് ബൈ എത്രയാ ഡിസ്റ്റൻസ്? 0.1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെത്ര? 90. 0.1 സ്ക്വയർ 0.01 10⁻⁻2 മേലേക്ക് വരുന്ന സമയത്ത് 10⁻². അപ്പോൾ 90 × 10 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10³ Newton per coulomb. Okay, this is the total electric field at the point B. Now we can calculate the electric field at C. At C കണ്ടുപിടിച്ചു, at B. B യിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. B യിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഡിസ്റ്റൻസ് 10⁻⁻8, ഇത് 10⁻⁻8, ഇത് 0.1. പോയിന്റ് ബി എവിടെയുള്ളത്? പോയിന്റ് ബി എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 0.05 ആണ്. അപ്പോൾ ഇത് 0.05. അപ്പോൾ ഇത് പ്ലസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടുണ്ടാവുക? എവേ ഫ്രം, ഈ ഫീൽഡ് ഇങ്ങോട്ട്, ഇതിൻ്റെ ഫീൽഡോ ടുവേർഡ്സ് ഇങ്ങോട്ടുണ്ടാവുക. അപ്പോൾ രണ്ട് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഫീൽഡ് എത്രയാണ്? ഈ ഫീൽഡ് നെറ്റ് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഫീൽഡ് 1/4πε0 ഇൻറ്റു ഇവിടുത്തെ ചാർജ് എത്രയാ? 10⁻⁻8 ബൈ ഡിസ്റ്റൻസ് എത്രയാ? 0.05. അതായത് 5 × 10⁻⁻2 ഹോൾ സ്ക്വയർ. മൈനസ് എന്തേ മൈനസ് ചെയ്യാൻ കാരണം? ഇത് ഒന്ന് ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. 10⁻⁻8 ബൈ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? 0.1ഉം 0.05 0.15 സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുക 9 × 10⁻9 × 10⁻8 പുറത്തെടുത്തു 1/25. 10⁻2 സ്ക്വയർ ചെയ്താൽ -4. -4 മേലെ വന്ന +4. അപ്പോൾ +4 10⁻+4 ഞാൻ 10² × 10² ബൈ 25 മൈനസ് 10⁻⁻8 പുറത്ത് പോയി 1/15 × 10⁻2 സ്ക്വയർ -4. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 10² × 10² ബൈ 225. ഇത് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ പുറത്ത് 90 ഉണ്ടാവും. 10⁻⁻9ഉം -8ഉം 10. ഇത് 100/4 4 × 10² 400 മൈനസ് 100 4 9. അപ്പോൾ നമുക്ക് 100/9 എന്ന് പറഞ്ഞാൽ 11.1. 11.1 × 4 44.4. അപ്പോൾ അത് മൈനസ് 90 × 3 56.6. അപ്പോൾ എത്ര കിട്ടുന്നത് ആൻസർ? 90 × 3 56.6 ആണ്. ഏതാണ്ട് 9×350 2500 3150 3150. ഇപ്പം ഡെസിമൽ പോയിന്റ് എടുക്കാം 3180 3150 2. അപ്പോൾ എത്ര ഇടാം? 3.15 × 10⁻4. ഓക്കെ, അപ്പോൾ എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. പോയിന്റ് എ ഇലക്ട്രിക് ഫീൽഡാണ് ആദ്യം കണ്ടുപിടിച്ചത്. പോയിന്റ് എ ഇലക്ട്രിക് ഫീൽഡ് 7.2 × 10⁻4 ആണ്. പോയിന്റ് ബിയിൽ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചത് 3.15 × 10⁻4 ആണ്. ഇനി പോയിന്റ്
സി എടുക്കുകയാണെങ്കിൽ അതിൽ പോയിൻ്റ് സി ഇലക്ട്രിക് ഫീൽഡ് 9 N³ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഈസിയുള്ള ചാപ്റ്ററാണ്. നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആക്കി മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.